അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. വളരെയേറെ ആദരണീയനായ പ്രൗഢമായ ചടങ്ങിൻ്റെ അധ്യക്ഷനും കോഴിക്കോട് ജില്ലാ SKSSFൻ്റെ അമരക്കാരനുമായ സയ്യിദ് മുബശ്ശിർ ജമലുല്ലൈലി തങ്ങൾ, വേദിയിലിരിക്കുന്ന പ്രാർത്ഥന കൊണ്ട് ഈ മഹനീയമായ സംഗമത്തിന് സമാരംഭം കുറിച്ച സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കേന്ദ്ര മുശാവറ അംഗം ഷെയ്ഖുന ഒളവണ്ണ ഉസ്താദ്, അഭിവന്ദ്യനായ സയ്യിദ് സനാഉല്ലാ തങ്ങൾ, സയ്യിദ് മിർബാത്ത് തങ്ങൾ ഉൾപ്പെടെയുള്ള സാദാത്യങ്ങളെ, SKSSFൻ്റെ സംസ്ഥാന കാര്യദർശി ബഹുമാന്യനായ OP അഷ്റഫ് ഉൾപ്പെടെയുള്ള നേതാക്കളെ, പണ്ഡിതന്മാരെ, ജില്ലയുടെ അഷ്ടദിക്കുകളിൽ നിന്ന് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ വിദ്യാർത്ഥി പടയണി SKSSFൻ്റെ വിളിയാളം കേട്ടുകൊണ്ട് ഓർമ്മകൾ അലതുല്ലുന്ന ഈ കോഴിക്കോട് മുതലക്കുളം മൈതാനിയിൽ എത്തിച്ചേർന്നിരിക്കുന്ന സഹൃദയരെ, അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ ഈ സംഗമം നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ. അവന് പൊരുത്തമുള്ള സച്ചരിതരായ വിശ്വാസികളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. നമ്മിൽ നിന്ന് വിട പറഞ്ഞുപോയ നമ്മുടെ വേണ്ടപ്പെട്ടവർ, ഉസ്താദുമാർ, കഴിഞ്ഞ കാലങ്ങളിൽ ഈ മഹത്തായ ആദർശത്തെ ഒരു പോറലുമേൽക്കാതെ നമ്മുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാൻ വേണ്ടി അഹോരാത്രം പരിശ്രമിച്ച പൂർവ്വസൂരികൾ, അവരുടെയെല്ലാം ഖബറിടങ്ങളെ, ബർസഖിയായ ലോകത്തെ അല്ലാഹു ജന്നാത്താക്കി നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. കഴിഞ്ഞ ഒരു നൂറ്റാണ്ടോടടുക്കുന്ന കാലമായി കേരളീയ മുസ്ലിം ഉമ്മത്തിന് ആത്മീയ വൈജ്ഞാനിക നഭോമണ്ഡലങ്ങളിൽ അനിഷേധ്യമായ നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന തുല്യതയില്ലാത്ത പ്രസ്ഥാനമാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. ആ പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പോഷക ഘടകങ്ങളിൽ ഒന്നാണ് SKSSF. SKSSF സംസ്ഥാനത്തു ഉടനീളം നടത്തിക്കൊണ്ടിരിക്കുന്ന ആദർശ ക്യാമ്പയിനിൻ്റെ ഭാഗമായി ജില്ലാതല ഉദ്ഘാടനമാണ് ഈ സായാഹ്നത്തിൽ ഇവിടെ നടക്കാനിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ പ്രവർത്തനങ്ങളിലും നമ്മുടെ പദ്ധതികളിലും ഇഖ്ലാസും വിജയവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധമായ ഇസ്ലാമിൻ്റെ നേരായ ആദർശത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടിയാണല്ലോ മഹത്തായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ രൂപീകൃതമായിരിക്കുന്നത്. ഇസ്ലാം എന്നുള്ളത് സാർവകാലികവും സാർവജനീനവുമായ ജീവിത പദ്ധതിയാണ്. വളുഉൻ ഇലാഹിയുൻ, ദൈവികമായ ഒരു വ്യവസ്ഥയുടെ പേരാണ് യഥാർത്ഥത്തിൽ ഇസ്ലാം എന്നുള്ളത്. കേവലം ഒരു കൂട്ടം തത്വസംഹിതയുടെ പേരല്ല ഇസ്ലാം എന്നുള്ളത്. അങ്ങനെ ഒരു കൂട്ടം തത്വസംഹിതയായിരുന്നു എങ്കിൽ വിശുദ്ധമായ ഖുർആൻ അവതീർണമാകാൻ വേണ്ടി 23 വർഷങ്ങളോളം കാത്തിരിക്കേണ്ട ആവശ്യം വരുമായിരുന്നില്ല. അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആനിനെ ഒറ്റത്തവണയായി ഒരു സുപ്രഭാതത്തിലോ ഒരു രാവിലോ വിശുദ്ധമായ ഖുർആനിൻ്റെ അവതീർണനം പൂർത്തിയാക്കിക്കൊണ്ട് ലോകത്തിൻ്റെ മുന്നിൽ സമർപ്പിക്കാമായിരുന്നു. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് തൻ്റെ 40-ാമത്തെ വയസ്സിൽ ജബലുന്നൂർ പർവ്വതത്തിൻ്റെ ഓരത്ത് വെച്ച് അള്ളാഹുവിൻ്റെ അരികിൽ നിന്ന് മലക്ക് മുഖറബുൽ അംലാക്ക് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം കടന്നു വന്ന് പ്രോദ്ഘാടനം കുറിക്കപ്പെട്ട വിശുദ്ധമായ ഇസ്ലാമിൻ്റെ ശരീഅത്തിൻ്റെ ആരംഭം, അതിൻ്റെ പരിസമാപ്തി കുറിക്കുന്നത് അൽയൗമ അക്മൽതു ലക്കും വഅത്മംതു അലൈക്കും നിഅമതി വറളീതു ലക്കുമുൽ ഇസ്ലാമ ദീന എന്ന് പറയുന്നത് വരെയുള്ള നീണ്ട 23 വർഷക്കാലയളവ് കൊണ്ടാണ്. ഈ 23 വർഷക്കാലയളവ് എന്തിനു വേണ്ടിയാണ് ആവശ്യമായി വന്നത് എന്ന് ചോദിച്ചാൽ, ഇത് കേവലം ഒരു തത്വസംഹിതയായി പരിഗണിക്കപ്പെടാതെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിത വിശദീകരിക്കാൻ വേണ്ടിയിട്ടാണ്. വിശുദ്ധമായ ഖുർആനിൻ്റെ വിശദീകരണമാണ് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതം എന്നുള്ളത്. പരിശുദ്ധമായ ഖുർആനിൻ്റെ വ്യാഖ്യാനമാണ്
പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരു ഹദീസ് എന്നുള്ളത്. അതുകൊണ്ട് ആ 23 വർഷക്കാലയളവ് കൊണ്ട് പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്ന ലോകാവസാനം വരെ കടന്നു വരുന്ന സർവ്വ മനുഷ്യർക്കും ഈ പ്രപഞ്ചത്തിനുമുള്ള താളത്തിൻ്റെ പേരാണ്, ജീവിത പദ്ധതിയുടെ പേരാണ് വിശുദ്ധമായ ഇസ്ലാം എന്നുള്ളത്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധമായ മദീനത്തുൽ മുനവ്വറയിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ അറബിക്കടലിലെ കാറ്റിലും കൂളിലും കെട്ടുപോകാതെ വിശുദ്ധമായ ഇസ്ലാമിൻ്റെ ദീപശിഖ ഏറ്റുവാങ്ങാൻ സൗഭാഗ്യം ലഭിച്ച പ്രദേശമാണ് ഈ മലയാളക്കര എന്നുള്ളത്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നിർദ്ദേശപ്രകാരം ലോകത്തിൻ്റെ വിവിധങ്ങളായ ഭാഗങ്ങളിലേക്ക്, അഷ്ടദിക്കുകളിലേക്ക് വിശുദ്ധമായ ഇസ്ലാമിൻ്റെ പ്രബോധന പ്രവർത്തനങ്ങളുമായിട്ട് ആയിരക്കണക്കിന് സഹാബത്ത് കടന്നുപോയിട്ടുണ്ട്. ആ കാലങ്ങളിലെല്ലാം വിശുദ്ധമായ ഇസ്ലാമിൻ്റെ ഋജുവായ മാർഗം, കളങ്കമില്ലാത്ത, കലർപ്പില്ലാത്ത ആദർശം തലമുറകളായിട്ട് നമ്മുടെ ഈ മലയാളത്തിൻ്റെ മണ്ണിലും കൈമാറ്റം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഒരുപക്ഷെ ആഗോളാടിസ്ഥാനത്തിൽ വിശുദ്ധമായ ഇസ്ലാമിൻ്റെ പേരിൽ വ്യത്യസ്തങ്ങളായ ആശയധാരകൾ രൂപപ്പെട്ടപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എൻ്റെ സമുദായം ആദർശത്തിൻ്റെ പേരിൽ വിവിധ ചേരികളായി വിഘടിക്കുമെന്നുള്ള മുന്നറിയിപ്പ് നൽകിയപ്പോൾ ഖവാരിജിസവും മുഅ്തസിലത്തും മുർജിയത്തും ഖദരിയാക്കളും തുടങ്ങി വ്യത്യസ്തങ്ങളായ അവാന്തര വിഭാഗങ്ങൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കടന്നു വന്നപ്പോഴും അത്തരത്തിലുള്ള ഒരൊറ്റ പുത്തനാശയങ്ങളെയും മടുപ്പിക്കാതെ, അതിൻ്റെയൊന്നും സ്വാധീനമില്ലാതെ ഏതാണ്ട് 20-ാം നൂറ്റാണ്ട് വരെ കേരളത്തിൽ ഇസ്ലാമികമായ പൈതൃകം അതിൻ്റെ തനിമയോടുകൂടെ നിലനിന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ കാലയളവിൽ മഹാന്മാരായ ഇമ്മത്തിൻ്റെ കാലഘട്ടത്തിലൂടെ, പിൽക്കാലത്ത് നമ്മുടെ കേരളീയ പരിസരത്ത് മഹാന്മാരായ മഖ്ദൂമുമാരുടെ പാരമ്പര്യത്തിലൂടെ, മമ്പുറം തങ്ങളുടെ പാരമ്പര്യത്തിലൂടെ, ഉമർ ഖാളിയുടെ പാരമ്പര്യത്തിലൂടെ കൃത്യമായി ഒരു സമുദായത്തിന് വൈജ്ഞാനികമായ, ആത്മീയമായ ദിശാബോധം പകർന്നു കൊടുക്കാൻ പക്വതയുള്ള കൃത്യമായ ഒരു നേതൃത്വം നമ്മുടെ മുന്നിലുണ്ടായിരുന്നു. അതുകൊണ്ട് കഴിഞ്ഞ ആ നൂറ്റാണ്ടുകൾ എന്ന് പറയുന്നത് വിശുദ്ധമായ ഇസ്ലാമിൻ്റെ ആവിർഭാവം മുതൽ ഏതാണ്ട് 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ സന്ദർഭം വരെയുള്ള നീണ്ട 10-14 നൂറ്റാണ്ട് കാലഘട്ടം എന്ന് പറയുന്നത് ഇസ്ലാം അതിൻ്റെ മനോഹരമായ ആശയതലങ്ങളിലൂടെ നമ്മുടെ കേരളീയ പരിസരത്തെ പുഷ്കലമാക്കിക്കൊണ്ടിരുന്ന വൈജ്ഞാനികമായും ദൈക്ഷണികമായും ഏറ്റവും മനോഹരമായ ഒരു അധ്യായത്തെ തുന്നിച്ചേർത്തിരുന്ന ചരിത്രവും ഇന്നലകളുമാണ് നമുക്ക് അവകാശപ്പെടാനുണ്ടായിരുന്നത്. ചില ഉൽപ്പത്തിഷ്ണുക്കളെ രംഗപ്രവേശനം ചെയ്തുകൊണ്ട് പറയാറുണ്ട്, തങ്ങൾ ഈ മലബാറിലേക്ക് കടന്നു വന്നപ്പോഴാണ്, അല്ലെങ്കിൽ തങ്ങളുടെ ആശയങ്ങൾ ഇവിടെ കടന്നു വന്നപ്പോഴാണ് സാമൂഹികമായ ഉത്ഥാനമുണ്ടായത് എന്ന്. അജ്ഞതയിൽ നിന്ന് പഴഞ്ചന്മാരായ പാരമ്പര്യത്തിൻ്റെ യാഥാസ്ഥികതയുടെ വിഴുപ്പുപാണ്ഡം ചുമന്നുകൊണ്ടിരുന്ന ഒരു സമൂഹത്തിന് പുതിയ ദൈക്ഷണികമായ തലങ്ങളെ പരിചയപ്പെടുത്തി കൊടുത്തതും മുസ്ലിം സമൂഹത്തിൻ്റെ സർവ്വവിധത്തിലുള്ള ഉത്ഥാനങ്ങളുടെയും അട്ടിപ്പേറവകാശങ്ങൾ അവകാശപ്പെടാൻ വേണ്ടി രംഗത്ത് വരുന്ന ചില പുത്തനാശയങ്ങൾ സ്വാഭാവികമായിട്ടും നമുക്കിടയിലുണ്ട്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യം, നാളിതുവരെ മുസ്ലിം ഉമ്മത്തിന് കൃത്യമായ ആത്മീയമായ പിൻബലമുണ്ടായിരുന്നു. യാതൊരു നിലക്കുമില്ലാത്ത, കളങ്കമില്ലാത്ത വളരെ കൃത്യമായ ആദർശമുണ്ടായിരുന്നു. അതേ സന്ദർഭത്തിൽ തന്നെ അതാത് കാലങ്ങളിൽ ലഭ്യമായ രീതിയിലുള്ള വൈജ്ഞാനികമായ സബര്യ വിശുദ്ധമായ ഇസ്ലാമിൻ്റെയും അതേ സന്ദർഭത്തിൽ തന്നെ ഭൗതികമായ വിജ്ഞാനീയങ്ങളുടെയും ഇസ്ലാമിക വിജ്ഞാനീയങ്ങളെ മറ്റു സമൂഹങ്ങളിലേക്ക് പകർന്നു കൊടുക്കാൻ, അല്ലെങ്കിൽ തങ്ങൾ ജീവിക്കുന്ന ഒരു സമൂഹത്തെ ഏറ്റവും മനോഹരമായ രീതിയിൽ പരിഷ്കരിക്കാൻ ആവശ്യമായ വ്യത്യസ്തങ്ങളായ വൈജ്ഞാനിക തലങ്ങളെ കൂടെ ഉൾക്കൊണ്ട ഒരു സമൂഹമാണ് കേരളീയ മുസ്ലിമീങ്ങൾ എന്ന് പറയുന്നത്. ഇവിടെ സാഹിത്യമുണ്ടായിരുന്നു, ഇവിടെ ദൈക്ഷണികതയുണ്ടായിരുന്നു, ഇവിടെ പാഠശാലകൾ ഉണ്ടായിരുന്നു. എത്രത്തോളം എന്ന് വെച്ചാൽ സ്വന്തമായിട്ട് മാപ്പിള മുസ്ലിമീങ്ങൾക്ക് ഒരു ലിപി തന്നെ ഉണ്ടായിരുന്നു. അറബി മലയാളത്തിൽ കേരളീയ മുസ്ലിം ഉമ്മത്തിന് 10,000-ത്തിലധികം ഗ്രന്ഥങ്ങൾ, സ്വന്തമായിട്ടുള്ള ഒരു ലിപി കേരളത്തിലെ മുസ്ലിമീങ്ങൾ രൂപപ്പെടുത്തിയെടുക്കുകയും ആ ലിപിയിലൂടെ വൈജ്ഞാനിക കൊള്ളക്കൊടുക്കലുകൾ കൃത്യമായി നടത്തുകയും 10,000-ത്തിലധികം ഗ്രന്ഥങ്ങൾ അറബി മലയാളം ഭാഷയിൽ മാത്രം കേരളീയ പരിസരത്ത് നിലനിന്നിരുന്നു എന്നുള്ളതാണ് ചരിത്രപരമായ യാഥാർത്ഥ്യം. അതിൽ തന്നെ 6,000-ത്തോളം ഗ്രന്ഥങ്ങൾ അറബി മലയാളം ഭാഷയിൽ അച്ചടിക്കപ്പെട്ടിരിക്കുന്ന, വിരചിതമായിരിക്കുന്ന 6,000-ത്തോളം ഗ്രന്ഥങ്ങൾ ഗദ്യപദ്യ സാഹിത്യങ്ങളുടേതായിരുന്നു. ഇവിടെയുള്ള സർഗാത്മകമായ തലങ്ങളെ പുഷ്കലമാക്കിയതായിരുന്നു.
ഓ ചന്തുമേനോൻ ഇന്ദുലേഖ എന്ന മലയാളത്തിലെ ആദ്യത്തെ നോവൽ എഴുതുന്നതിൻ്റെയും എത്രയോ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് അമീർ ഖുസ്രു പേർഷ്യൻ ഭാഷയിൽ രചിച്ച ചാർ ദർവേഷിനെ അറബി മലയാള ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തിയിട്ട് കേരളീയ മുസ്ലിം ഉമ്മത്തിലെ മാപ്പിള തറവാട്ടിലെ അടുക്കളക്കോലായിൽ ഇരുന്നു കൊണ്ട് മുസ്ലിം സ്ത്രീകൾ നോവലുകൾ വായിച്ചിരുന്ന ഒരു കാലഘട്ടം ഇന്നലകളിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. അറബി മലയാളിൽ തന്നെ വിരചിതമായ അതിപുരാതനമായ തത്തയുടെ കഥ എന്ന് പറയുന്ന അറബി മലയാള നോവലുകൾ ഇവിടെ വായിക്കപ്പെട്ടിട്ടുണ്ട്. അതേ സന്ദർഭത്തിൽ തന്നെ ഖാലി മുഹമ്മദ് റളിയല്ലാഹു അൻഹുവിന്റെ കരങ്ങളാൽ വിരചിതമായ മുഹീദ്ദീൻ മാല, കിളിപ്പാട്ട്, രാമായണം, തുഞ്ചത്തെഴുത്തച്ഛൻ ബഹുമാനപ്പെട്ടവരെ രചിക്കുന്നതിൻ്റെയും എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഖാലി മുഹമ്മദിന്റെ കരങ്ങളാൽ അറബി മലയാളത്തിൽ മനോഹരമായി അടയാളപ്പെടുത്തി വച്ചിരിക്കുന്ന ഒരുപക്ഷേ ഈ എഴുത്തച്ഛൻ മഹത്തായ രാമായണം രചിക്കുന്നതിൻ്റെയും എത്രയോ മുമ്പേ കേരളീയ പരിസരത്ത് ഖാലി മുഹമ്മദ് മുഹീദ്ദീൻമാരെ രചിച്ചതും സാഹിത്യമായ ഭാഗങ്ങളിൽ, ആധ്യാത്മികമായ ഭാഗങ്ങളിൽ, ദൈക്ഷണികമായ ഭാഗങ്ങളിൽ ഈ ഉമ്മത്തിനുണ്ടായ ഉണർവിൻ്റെ അടയാളങ്ങളാണ്. ഇവിടെ സാമൂഹികമായും രാഷ്ട്രീയമായും എല്ലാ നിലക്കും ഉത്ഥാനത്തിൽ എത്തി നിന്നിരുന്ന ഈ സമൂഹത്തെ പിന്നീട് ആരാണ് പിറകോട്ട് വലിച്ചത് എന്ന് ചോദിച്ചാൽ ഇവിടെ ഉണ്ടായ പുത്തനാശയങ്ങളായിരുന്നു. സർഗാത്മകമായി വിനിയോഗിക്കപ്പെട്ടിരുന്ന ഈ സമുദായത്തിന്റെ ഊർജത്തെ, നിർമ്മാണാത്മകമായി വിനിയോഗിക്കപ്പെട്ടിരുന്ന ഉമ്മത്തിന്റെ ഊർജത്തെ തീർത്തും പ്രതിരോധാത്മകമായ മേഖലയിലേക്ക് വഴിതിരിച്ചു വിടാനുള്ള സാഹചര്യം എന്ന് പറയുന്നത് അതുവരെ കൃത്യമായ ആദർശത്തിന്റെ ഋജുവായ വെളിച്ചമുള്ള ഇസ്ലാമിന്റെ ശൈലിയിലൂടെ കടന്നു വന്ന സമൂഹത്തിലേക്ക് വളരെ അപകടകരമായ പുത്തനാശയങ്ങളുമായിട്ട് ചില ആളുകൾ രംഗപ്രവേശനം ചെയ്തപ്പോഴാണ്. ചരിത്രത്തിന്റെ ഇന്നലകളെ വളരെ കൃത്യമായിട്ട് പഠനവിധേയമാക്കുമ്പോഴാണ് നമുക്ക് ആ യാഥാർത്ഥ്യങ്ങൾ ബോധ്യപ്പെടുന്നത്. കേരളത്തിലുള്ള ഇസ്ലാഹി പ്രസ്ഥാനം, മുജാഹിദ് പ്രസ്ഥാനം, ജമാഅത്തെ ഇസ്ലാമി ഉൾപ്പെടെയുള്ള വഹാബിസത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്നിരിക്കുന്ന സർവ്വ ആശയധാരകളും കേരളത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നത് 18-ാം നൂറ്റാണ്ടിൽ ഈജിപ്തിൽ ജീവിച്ചിരുന്ന മുഹമ്മദ് അബ്ദ് റഷീദ് റിളയുടെയും ജമാലുദ്ദീൻ അഫ്ഗാനിയുടെയും മുഹമ്മദ് അബ്ദുവിൻ്റെയും ആശയ തലങ്ങളിൽ നിന്നാണ്. കേരളീയ മുസ്ലിം ഉമ്മത്തിന്റെ വൈജ്ഞാനികമായ പൈതൃകം പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരെ നീണ്ടു നിൽക്കുമ്പോൾ ഇവിടെയുള്ള ഉൽപ്പത്തിഷ്ണുക്കളായ ബിദഅകളായ വഹാബിസത്തിന്റെ ആശയധാരയുടെ അടിവേരുകൾ പരതിപ്പോയാൽ അത് ചെന്നെത്തുന്നത് മാസോണിസത്തിന്റെ ചാരന്മാരായ ഇന്ന് നമ്മളിവിടെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന വേളയിലും ലോകത്തിതുവരെ തുല്യതയില്ലാത്ത ക്രൂരതയുടെ ഏറ്റവും ഭീകരമായ അധ്യായങ്ങൾ അനുദിനം തുന്നിച്ചേർത്തുകൊണ്ട് ഫലസ്തീൻ എന്ന് പറയുന്ന പാവപ്പെട്ട ജനതയുടെ മേൽ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ക്രൂരതകൾ കണ്ടുകൊണ്ടാണ് ഇന്ന് ശിശുദിനമാണ്. ഈ ദിനത്തിലും ലോകത്തിന്റെ മറ്റൊരു ഭാഗത്തു ഒറ്റ വർഷം കൊണ്ട് ഇസ്രായേൽ കൊന്നൊടുക്കിയിരിക്കുന്നത് 18,000 കുഞ്ഞുങ്ങളെയാണ്. എത്രയോ കുട്ടികൾക്ക് മാതാപിതാക്കൾ നഷ്ടപ്പെട്ടു പോയപ്പോൾ, ലക്ഷക്കണക്കിന് മനുഷ്യർക്ക് കിടപ്പാടം നഷ്ടപ്പെട്ടു പോയപ്പോൾ, 10,000-കണക്കിന് മനുഷ്യர்கள் മിസൈലുകളുടെയും ബോംബിങ്ങിന്റെയും ഇടയിൽ ചെതറിത്തെറിച്ചു പോയപ്പോൾ ഇസ്രായേലിന്റെ ഏറ്റവും ക്രൂരമായ ഈ ചെയ്തികൾക്ക് അവസരമൊരുക്കി കൊടുത്ത ഫലസ്തീൻ എന്ന് പറയുന്ന മുസ്ലിം ഉമ്മത്തിന്റെ രാഷ്ട്രത്തെ ഈ ജൂതരാഷ്ട്രമായിട്ട് വിഭജിച്ച് നൽകാൻ വേണ്ടി ബ്രിട്ടന് വേണ്ട എല്ലാവിധ സൗകര്യങ്ങളും ചെയ്തു കൊടുത്ത പാശ്ചാത്യ ചിന്തയുടെയും അതേപോലെ തന്നെ സിയോണിസത്തിന്റെയും ഉപോൽപലകമായി ലോകത്തിലെ ഏറ്റവും വലിയ ദ ലാർജസ്റ്റ് വേൾഡ് വൈഡ് സീക്രട്ട് സൊസൈറ്റി എന്ന് എൻസൈക്ലോപീഡിയ ബ്രിട്ടാനിക്ക രേഖപ്പെടുത്തി വെച്ച ലോകത്തിലെ ഏറ്റവും വലിയ ചാര സംഘടനയായ മാസോണിസത്തിന്റെ ഈജിപ്തിലെ വക്താക്കളായിരുന്ന റഷീദ് റിള, മുഹമ്മദ് അബ്ദു, ജമാലുദ്ദീൻ അഫ്ഗാനി, ഈ മൂന്നാളുകളിലേക്കാണ് കേരളത്തിൽ നിന്ന് സമാധാന സമ്മേളനം നടത്തിയിട്ടും ഏതൊക്കെ രീതിയിൽ സമൂഹത്തിൽ തങ്ങളുടെ വൈകൃതമായ മുഖങ്ങളെ മറച്ചു വെക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയ ഇത്തരത്തിലുള്ള ഉൽപ്പത്തിഷ്ണുങ്ങളുടെ പാരമ്പര്യം കടന്നു ചെല്ലുന്നത്. വിശുദ്ധമായ ഇസ്ലാമിനെ സായുധ പോരാട്ടത്തിലൂടെ തകർക്കാൻ കഴിയില്ല എന്ന തിരിച്ചറിവുണ്ടായപ്പോൾ ഈ ഉമ്മത്തിനെ ആദർശപരമായി ഭിന്നിപ്പിക്കുക എന്ന ഓറിയന്റലിസ്റ്റ് അജണ്ടകളെ, ഓറിയന്റലിസത്തിന്റെ താല്പര്യങ്ങളെ, പാശ്ചാത്യപരമായ താല്പര്യങ്ങളെ ഏറ്റവും അർത്ഥത്തിൽ സമൂഹത്തിൽ സമർപ്പിക്കാൻ വേണ്ടിയിട്ട് ആ ദൗത്യം ഏറ്റെടുത്ത മാസോണിസത്തിന്റെ വക്താക്കളായിരുന്നു ജമാലുദ്ദീൻ അഫ്ഗാനിയും റഷീദ് റിളയും മുഹമ്മദ് അബ്ദുവും എന്ന് പറയുന്നത്. മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് 18-ാം നൂറ്റാണ്ടിൽ സൗദിയയിലെ
വിവിധ പ്രദേശങ്ങളിലായി ആവിഷ്കരിച്ചു വന്ന 14-ാം നൂറ്റാണ്ടിൽ ജീവിച്ച ഇബ്നു തൈമിയയുടെ ആശയങ്ങളെ കൂടുതൽ തീവ്രമായി കൊണ്ട് വിദണ്ഡമായ വാദങ്ങളെ സമൂഹത്തിൽ കടത്തിവിട്ടിട്ട് ഇസ്ലാമിനെ ഏറ്റവും മോശപ്പെട്ട അർത്ഥത്തിൽ ചിത്രീകരിച്ച് ആയിരക്കണക്കിന് 10,000-കണക്കിന് വിശ്വാസികളെ ഇസ്ലാമിന്റെ ഇതിവൃത്തത്തിൽ നിന്ന് പുറത്താക്കിയ മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബിന്റെ ആശയത്തെ, റാഡിക്കൽ വഹാബിസത്തെ യുക്തിവാദത്തിന്റെ ചേരുവകൾ ചേർത്തുകൊണ്ട് ലിബറൽ വഹാബിസമാക്കിക്കൊണ്ട് ഈജിപ്ത് വഴിയാണ് കേരളത്തിലേക്ക് വഹാബി ആശയങ്ങൾ കടന്നു വരുന്നത്. റഷീദ് റിളയുടെ തഫ്സീറുൽ മനാർ എന്ന് പറയുന്ന ഗ്രന്ഥത്തിന്റെ നിരന്തര വായനക്കാരനായിരുന്ന വക്കം അബ്ദുൽ ഖാദിർ മൗലവിയാണ് ആദ്യമായിട്ട് യാതൊരു നിലക്കുള്ള ആശയപരമായ വൈജാത്യങ്ങളുമില്ലാതെ രുജുവായ മാർഗത്തിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന മുസ്ലിം ഉമ്മത്തിന്റെ ഇടയിലേക്ക് ആദ്യമായിട്ട് വിഘടനവാദം കടന്നു വരുന്നത്. തൗഹീദിന്റെ പേരിൽ ഈ ഉമ്മത്തിനെ വിഭജിച്ചത്, വിശുദ്ധമായ ഇസ്ലാമിന്റെ ആദർശത്തിന്റെ പേരിൽ ഇല്ലാ കഥകൾ പടച്ചുണ്ടാക്കിയിട്ട് വ്യത്യസ്തങ്ങളായ നിർവചനങ്ങൾ പടച്ചുണ്ടാക്കിയിട്ട് മുസ്ലിം ഉമ്മത്തിന്റെ വിശ്വാസത്തെ തന്നെ ചോദ്യം ചെയ്ത സാഹചര്യത്തിൽ ഇത്രയും കാലം കഴിഞ്ഞ 14 നൂറ്റാണ്ടുകളോളം ഗ്രന്ഥരചനയിൽ മുഴുകിയിരുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ സൂചിപ്പിച്ചല്ലോ, കഴിഞ്ഞ വർഷക്കാലയളവിൽ കേരളീയ പരിസരത്ത് അറബി മലയാളം എന്ന ലിപിയിൽ മാത്രം 10,000-കണക്കിലധികം ഗ്രന്ഥങ്ങൾ രചിക്കപ്പെട്ടപ്പോൾ മഖ്ദൂമുമാരുടെയും ഉമർ ഖാദിയുടെയും നമ്മുടെ കഴിഞ്ഞകാല പണ്ഡിതന്മാരുടെയും പാരമ്പര്യങ്ങളിൽ 100-കണക്കിന് ഗ്രന്ഥങ്ങൾ രചിക്കപ്പെട്ടപ്പോൾ, ഖാദി മുഹമ്മദ് മാത്രം 500-ലധികം ഗ്രന്ഥങ്ങൾ രചിക്കപ്പെട്ടപ്പോൾ, ഈ രചനാ പാടവമുണ്ടായിരുന്ന ഒരു സമൂഹം വൈജ്ഞാനികമായ സബരിയയിൽ നിർമ്മാണാത്മകമായ മേഖലയിൽ ഊർജം ചെലവഴിച്ചിരുന്ന ഒരു ഉമ്മത്തിന്റെ സകലമാന ഊർജങ്ങളെയും പിന്നീട് വിശ്വാസത്തിന്റെ പ്രതിരോധാത്മകമായ മേഖലയിലേക്ക് തിരിച്ചുവിടാനുള്ള സാഹചര്യമുണ്ടായത്, ഉമ്മത്തിനെ പിന്നോട്ട് വലിക്കുന്ന സാഹചര്യമുണ്ടായത്, അപകടകരമായ ഇത്തരത്തിലുള്ള ആശയങ്ങൾ നമ്മുടെ കേരളീയ പരിസരത്തേക്ക് കടന്നു വന്നപ്പോഴാണ്. ഈ വാദഗതികൾ തുടർന്നു പോയാൽ അടിസ്ഥാനപരമായ അസ്തിത്വം തന്നെ ചോദ്യം ചെയ്യപ്പെടുമ്പോൾ ഉമ്മത്തിന്റെ വിശ്വാസത്തെ കാത്തു സൂക്ഷിക്കണമെന്ന കൃത്യമായ ബോധത്തിന്റെ അടിസ്ഥാനത്തിലാണ് പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദ മഹാനുഭാവൻ കോയാമുട്ടി മുസ്ലിയാരുടെ അരികിലേക്ക്, ഖാദിരിയ്യ തരീഖത്തിന്റെ ശൈഖായ തന്റെ ഗുരുവിന്റെ അരികിലേക്ക് കടന്നു ചെന്നുകൊണ്ട് ഒരു പണ്ഡിത കൂട്ടായ്മ രൂപീകരിക്കേണ്ട ആവശ്യകതയെക്കുറിച്ച് പറയുന്നത് മഹാനായ കോയാമുട്ടി മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദ, വയോധികനായ ഖാദിരിയ്യ തരീഖത്തിന്റെ ശൈഖായ അദ്ദേഹം നിലവിലുള്ള സാഹചര്യത്തിൽ കേരളത്തിലുള്ള ഉലമാഇനെ ഒരുമിച്ച് കൂട്ടിയിട്ട് ഒരു സംഘടിത രൂപമുണ്ടാക്കിയിട്ട് ബിദ്അത്തിന്റെ കരിനാഗങ്ങളെ പ്രതിരോധിക്കാൻ, അതിനു വേണ്ടിയിട്ടുള്ള തടയണ കെട്ടാനുള്ള ശ്രമങ്ങൾ അനിവാര്യമാണ് എന്ന് മനസ്സിലാക്കുകയും, എന്റെ പ്രായാധിക്യം കാരണത്താൽ നിങ്ങളുടെ കൂടെ വരാൻ, നിങ്ങളിൽ ഒരുവനായി ഇറങ്ങി നടക്കാൻ എന്റെ പ്രായാധിക്യം എന്നെ അനുവദിക്കാത്തത് കൊണ്ട് എന്റെ മകൻ മുഹമ്മദ് അബ്ദുൽ ബാരിയെ ഞാനിതാ നിങ്ങൾക്ക് ഏൽപ്പിച്ചു തരുന്നു എന്ന് പറഞ്ഞ് മഹാനായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഒരു കാലഘട്ടത്തിലെ പ്രസിഡന്റായിരുന്ന വാളക്കുളം മുഹമ്മദ് അബ്ദുൽ ബാരി മുസ്ലിയാരെ കൂടെ പറഞ്ഞയച്ചു. കേരളത്തിന്റെ ഗ്രാമാന്തരങ്ങളിലൂടെ തെരുവീതികളിലൂടെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്ന മഹത്തായ ഈ പ്രസ്ഥാനത്തെ കെട്ടിപ്പടുക്കുകയായിരുന്നു. 1945 വരെയുള്ള ഏതാണ്ട് കാര്യവട്ടം സമ്മേളനം നടക്കുന്നത് വരെയുള്ള 1-2 പതിറ്റാണ്ടുകളോളം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം എന്ന് പറഞ്ഞാൽ പ്രതിരോധം തന്നെയായിരുന്നു. വിശ്വാസത്തെ ചോദ്യം ചെയ്തിരുന്ന ഈ സാഹചര്യത്തിൽ ഉമ്മത്തിന്റെ ഉലമാഇന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഊർജത്തെ മുഴുവനും, ആ വിശ്വാസത്തെ ഒരാൾക്കും പോറലേൽപ്പിക്കാൻ അനുവദിക്കാത്ത വിധത്തിൽ സംരക്ഷിച്ചു നിർത്തുക എന്നുള്ള മഹത്തായ ദൗത്യമാണ് ഉലമാ നിർവഹിച്ചു പോന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മുസ്ലിം ഉമ്മത്തിന്റെ സാമൂഹികമായ ഉത്ഥാനത്തെ, മുസ്ലിം ഉമ്മത്തിന്റെ രചനാ പാടവത്തെ തടയണയിട്ടതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദികൾ ആരാണ് എന്ന് ചോദിച്ചാൽ, ഏറ്റവും സ്വച്ഛന്തമായ ഒരു പുഴ പോലെ ഏറ്റവും മനോഹരമായി മുന്നോട്ടൊഴുകിക്കൊണ്ടിരുന്ന ഈ സമൂഹത്തിൽ ചിത്രതയുടെ വർത്തമാനങ്ങൾ ഉണ്ടാക്കിയിട്ട് മുസ്ലിം സമുദായത്തെ വിഭജിക്കാൻ ശ്രമിച്ച ഉൽപ്പത്തിഷ്ണുക്കളായ വഹാബിസം ഉൾപ്പെടെയുള്ള മൗദൂദിസം ഉൾപ്പെടെയുള്ള ആശയധാരകളാണെന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അവിടെ നിന്ന് അങ്ങോട്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രബോധനം ചെയ്ത കൃത്യമായ ഇസ്ലാമിനെ പരിചയപ്പെടുത്തുന്ന അതേ സന്ദർഭത്തിൽ മഹത്തായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ വ്യത്യസ്തങ്ങളായ മേഖലകളിൽ ഈ സമുദായത്തിന്റെ പ്രശ്നങ്ങളിൽ കൃത്യമായ ഇടപെടലുകൾ നടത്തുന്നത് കാണാം. ഇന്ന് നവംബർ 14 ഇന്ന് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഭരണഘടന നിലവിൽ വന്നതിന്റെ
90ാം വാർഷികം പൂർത്തിയാകുന്ന ദിവസമാണ്. ഒരുപക്ഷേ SKSSF അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സമ്മേളനം ചരിത്രമുറങ്ങുന്ന ഈ മുതലക്കുളം മൈതാനിയിൽ നടത്തുമ്പോൾ അത് ആലോചിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഇന്ന് നവംബർ 14 1934 നവംബർ 14 1926 ജനുവരി 26 രൂപീകൃതമായ മഹാനായ വരക്കൽ ബാലവി മുല്ലക്കോയ തങ്ങൾ ബീജാവാപം നൽകിയ ദൈർഘ്യമേറിയ തന്റെ പ്രാർത്ഥനയിലൂടെ ഈ സമുദായത്തിന് വേണ്ടി സമർപ്പിച്ച സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഒരു ഭരണഘടനയുടെ രൂപത്തിൽ ആദ്യമായിട്ട് രജിസ്റ്റർ ചെയ്യുന്നത് 1934 രജിസ്റ്റർ ചെയ്യപ്പെട്ട നവംബർ 14 ഉല്ലേഖനം ചെയ്യപ്പെട്ട ഈ മഹത്തായ ഭരണഘടനയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ പരിചയപ്പെടുത്തുന്നിടത്ത് അതിന്റെ പാർട്ട് എ എന്ന് പരിചയപ്പെടുത്തുന്നത് മഹത്തായ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅയുടെ ആശയാദർശങ്ങളെ ഈ സമൂഹത്തിന് പ്രബോധനം ചെയ്യുക, അവർക്ക് യഥാർത്ഥ ഇസ്ലാമിന്റെ തനതായ രീതിയെ പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. പാർട്ട് ബി ആ ആശയധാരക്ക്, അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയധാരക്ക് വിഘാതം സൃഷ്ടിക്കുന്ന രീതിയിൽ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അവിടുത്തെ സഹാബത്തും അയിമ്മത്തും പഠിപ്പിച്ചു തന്ന യഥാർത്ഥ ഇസ്ലാമിന്റെ ആശയാദർശങ്ങൾക്ക് വിഘാതമായി പുത്തനാശയങ്ങളുമായി അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയധാരക്കെതിരെ രംഗപ്രവേശനം ചെയ്യുന്ന ഏതെല്ലാം പ്രത്യയശാസ്ത്രങ്ങളുണ്ടോ ആ പ്രത്യയശാസ്ത്രങ്ങളെ ഈ രാജ്യത്തുള്ള നിയമം അനുശാസിക്കുന്ന രീതിയിൽ പ്രതിരോധിക്കുക എന്നുള്ളതാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ രൂപീകൃതമായതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തെ ദൗത്യം. ആ ദൗത്യം വളരെ കൃത്യമായിട്ട് തന്നെ നിർവഹിക്കുമ്പോൾ തന്നെ നമ്മുടെ മുൻഗാമികളായ ഉസ്താദുമാർ, അള്ളാഹുവിന്റെ ആരിഫീങ്ങളായ മഹത്തുക്കൾ അവരവിടെ കൃത്യമായിട്ട് മൂന്നാമത്തെ ഉദ്ദേശമായിട്ട് രേഖപ്പെടുത്തി വെച്ചു. മഹത്തായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്നാമത്തെ രൂപീകരണ ഉദ്ദേശം എന്താണ് എന്ന് ചോദിച്ചാൽ, വിശുദ്ധമായ ഇസ്ലാമിൽ ഇവിടെയുള്ള രാജ്യത്ത് അധിവസിച്ചു കൊണ്ടിരിക്കുന്ന മുസ്ലിമീങ്ങളുടെ മത സാമൂഹിക വിഷയങ്ങളിൽ വേണ്ട രീതിയിലുള്ള ഇടപെടലുകൾ നടത്തുക എന്നുള്ളതാണ്. ഉമ്മത്തിന്റെ അവകാശത്തിന് വേണ്ടി, ഉമ്മത്തിന്റെ അധികാരത്തിന് വേണ്ടി ഈ രാജ്യത്തെ ഭരണഘടന വിഭാവനം ചെയ്യുന്ന ഏതൊക്കെ അധികാരങ്ങളും അവകാശങ്ങളുമുണ്ടോ അത് കൈമോശം വരുന്ന സാഹചര്യത്തിൽ ഈ രാജ്യത്ത് ഇതിന്റെ നിയമങ്ങൾ അനുസൃതമായി കൊണ്ട് ഈ സമൂഹത്തിന്റെ അവകാശത്തിന് വേണ്ടി നിലകൊള്ളുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ചരിത്രം നമ്മൾ പരിശോധിച്ചു നോക്കൂ. ആത്മീയമായ മനോഹരമായ ഒരു വഴി ഈ സമുദായത്തിന് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ കാണിച്ചു കൊടുക്കുമ്പോൾ തന്നെ സാമുദായികമായി, രാഷ്ട്രീയമായി ഈ സമൂഹം നേരിട്ടുകൊണ്ടിരുന്ന പ്രതിസന്ധി ഘട്ടങ്ങളിലെല്ലാം കൃത്യമായ നിലപാടെടുക്കാൻ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് സാധിച്ചിട്ടുണ്ട്. 1933 ഫറോക്ക് സമ്മേളനം, മഹത്തായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ രൂപീകരിക്കപ്പെട്ടതിന്റെ 6ാം വാർഷിക മഹാസമ്മേളനം ഫറോക്കിൽ വെച്ച് നടന്നപ്പോൾ 15 പ്രമേയങ്ങൾ അവതരിപ്പിക്കുകയുണ്ടായി. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രമേയം എന്താണ് എന്ന് ചോദിച്ചാൽ, 1921 ഇവിടെ മലബാർ കലാപം ഉണ്ടായപ്പോൾ ഉമ്മത്ത് പിന്നോട്ട് പോയതിന്റെ 2 കാരണങ്ങളാണുള്ളത്. ഒന്ന്, ദൈക്ഷണികമായ മുന്നേറ്റത്തിൽ നിന്ന് തടയിട്ട വഹാബിസം പോലെയുള്ള പ്രസ്ഥാനങ്ങളുടെ കടന്നുവരവ്. അതുകൊണ്ട് ആത്മീയമായ ആദർശപരമായ ചെറുത്തുനിൽപ്പ് നടത്താൻ ഇവിടെയുള്ള മുസ്ലിം സമുദായം നിർബന്ധിതരായി. രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാരണം രാഷ്ട്രീയമായ ചെറുത്തുനിൽപ്പ്. 1498 വിശുദ്ധമായ നമ്മുടെ ഈ നാടിനെ, ഈ രാജ്യത്തെ കൊള്ളയടിക്കാൻ വേണ്ടിയിട്ട് വാസ്കോ ഡ ഗാമ കോഴിക്കോട്ട് കാപ്പാട് വന്ന് കപ്പലിറങ്ങിയപ്പോൾ ആരംഭിച്ച വൈദേശികാധിപത്യത്തിനെതിരെ സാമ്പത്തികമായി ഉന്നതാവസ്ഥയിൽ നിലനിന്നിരുന്ന മുസ്ലിം സമുദായം ഇവിടെയുള്ള സാമൂതിരിയുടെ രാജ്യം സംരക്ഷിക്കാൻ, നമ്മുടെ പിറന്ന നാടിന്റെ അഭിമാനത്തെ സംരക്ഷിക്കാൻ നിരന്തരമായി പോർച്ചുഗീസുകാരോട് പോരാട്ടത്തിൽ ഏർപ്പെടേണ്ടി വന്ന സാഹചര്യം, ഡച്ചുകാരോടും ഫ്രഞ്ചുകാരോടും അവസാനം ബ്രിട്ടീഷുകാരോടും നിരന്തരമായ രാഷ്ട്രീയ പോരാട്ടങ്ങളിൽ ഏർപ്പെടേണ്ടി വന്നപ്പോഴാണ് ഈ ഉമ്മത്ത് ഖണ്ഡീകരിക്കപ്പെട്ടു പോയത്. ഈ ഉമ്മത്തിന്റെ സാമ്പത്തികമായ അഭിവൃദ്ധി നഷ്ടപ്പെട്ടു പോയത്, മുഖ്യധാരയിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുന്ന സാഹചര്യങ്ങൾ ഉണ്ടായത്. അവസാനം മലബാർ കലാപമുണ്ടായ സാഹചര്യത്തിൽ ബഹുമാനപ്പെട്ട രാഷ്ട്രപിതാവായ ബഹുമാനപ്പെട്ട മോഹൻദാസ് കരംചന്ദ് ഗാന്ധി ഉൾപ്പെടെയുള്ള, രാജഗോപാലാചാരി ഉൾപ്പെടെയുള്ള ഉസ്മാനിയ ഖിലാഫത്ത് തകർക്കുന്നതിൽ ബ്രിട്ടൻ നടത്തിയിരിക്കുന്ന ഗൂഢമായ തന്ത്രങ്ങളെ ചോദ്യം ചെയ്തുകൊണ്ട് നമ്മുടെ മലബാറിന്റെ പരിസരങ്ങളിൽ ഖിലാഫത്ത് പ്രസ്ഥാനങ്ങൾ രൂപപ്പെട്ടപ്പോൾ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ, ദേശീയ പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിൽ മലബാറിലുള്ള മുസ്ലിമീങ്ങളെ ഖിലാഫത്ത് പ്രസ്ഥാനത്തിലേക്ക് അടുപ്പിച്ചപ്പോൾ, അതിന് സമര യൗവനത്തിലേക്ക് അവരെ, സമര പോരാട്ടങ്ങളിലേക്ക് അവരെ വലിച്ചിഴച്ചപ്പോൾ 1921 അവസാനം തുല്യതയില്ലാത്ത മലബാർ കലാപമായിട്ട് അത് പരിണമിച്ചപ്പോൾ 25,000-ഓളം വരുന്ന ഏറനാട്ടിലെയും വള്ളുവനാട്ടിലെയും മാപ്പിള മക്കൾ കൊല ചെയ്യപ്പെട്ടപ്പോൾ, ബെല്ലാരിയിലെയും കോയമ്പത്തൂരിലെയും അന്ധമാനിലെയും ജയിലുകളിലേക്ക് നാടുകടത്തപ്പെട്ടപ്പോൾ
വാഗൺ ട്രാജഡിയിലൂടെ ശ്വാസം മുട്ടിയിട്ട് നൂറുകണക്കിന് പച്ചയായ മനുഷ്യർ കൊല ചെയ്യപ്പെട്ടപ്പോൾ ഈ ഉമ്മത്തിനെ ആ വലിയ പോരാട്ട വീരോതിഹാസത്തിലേക്ക് നയിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അവസാനം കൈ കഴുകുന്ന സാഹചര്യമുണ്ടായപ്പോൾ, മൃദു ഹിന്ദുത്വം സ്വീകരിക്കുന്ന സാഹചര്യമുണ്ടായപ്പോൾ, ഉത്തരവാദിത്തത്തിൽ നിന്ന് മാറി നിന്ന് പ്രതിജ്ഞാബദ്ധമല്ലാത്ത നിലപാട് സ്വീകരിച്ചപ്പോൾ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഉമ്മത്ത് നേരിടേണ്ടി വന്ന ആ വലിയ പ്രത്യാഘാതത്തിന്റെ ഉത്തരവാദികളായ, അല്ലെങ്കിൽ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒളിച്ചോടാൻ ശ്രമം നടത്തിയ ദേശീയ പ്രസ്ഥാനത്തിനെതിരെ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെതിരെ 1933 ഫറോക്ക് സമ്മേളനത്തിൽ അതിന്റെ 15 പ്രമേയങ്ങളിൽ ഒരു പ്രമേയം അവതരിപ്പിക്കുകയാണ്. മുസ്ലിമീങ്ങളോട് വഞ്ചനാത്മകമായ സമീപനം സ്വീകരിച്ചിരിക്കുന്ന ആ പ്രസ്ഥാനത്തിൽ നിന്ന് കേരളത്തിലുള്ള മുസ്ലിമീങ്ങൾ വിട്ടുനിൽക്കണം. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രഖ്യാപനം ഉണ്ടായപ്പോഴാണ് മഹത്തായി പ്രസ്ഥാനം ഉമ്മത്ത് നേർത്തിട്ട രാഷ്ട്രീയമായ പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ കൃത്യമായ ദിശാബോധം നൽകിയ സാഹചര്യത്തിലാണ് കോൺഗ്രസിൽ നിന്ന് ആളുകൾ കൂട്ടമായിട്ട് വിട്ടുനിൽക്കുന്ന സാഹചര്യം ഉണ്ടായത്. കോൺഗ്രസിൽ നിന്ന് ആളുകൾ വിട്ടുനിന്നു. ഇന്ത്യ വിഭജിക്കപ്പെടുന്ന സാഹചര്യമുണ്ടായി. ആ സന്ദർഭത്തിൽ മുസ്ലിം രാഷ്ട്രീയത്തിന്റെ സാധ്യതയെ മനസ്സിലാക്കി അവിടെയാണ് പിന്നീട് മുസ്ലിം രാഷ്ട്രീയ പ്രസ്ഥാനം രൂപീകൃതമാകുന്നത്. അതുവരെ മുസ്ലിം സമുദായത്തിലെ ഭൂരിഭാഗം ആളുകളും പ്രവർത്തിച്ചിരുന്ന കോൺഗ്രസിൽ നിന്ന് മുസ്ലിം ഉമ്മത്ത് മഹത്തായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ നിർദ്ദേശപ്രകാരം വിട്ടുനിന്ന അനുകൂലമായ വളക്കൂറുള്ള സാഹചര്യത്തിലാണ് പിന്നീട് മഹത്തായ ഈ നാട്ടിൽ മുസ്ലിം രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് പിച്ച വെക്കാനുള്ള മണ്ണ് പോലും രൂപപ്പെട്ടു വന്നിട്ടുള്ളത്. അത് ചരിത്രത്തിൽ ഒരാൾക്കും നിഷേധിക്കാൻ കഴിയാത്ത യാഥാർത്ഥ്യമാണ്. മഹാനായ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങള്, ഖായിദുൽ ഖൗം സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങള്, മഹാനായ പുതിയ മാളിയേക്കൽ സയ്യിദ് അഹമ്മദ് പൂക്കോയ എന്ന PMSA പൂക്കോയ തങ്ങൾ, ഇങ്ങനെ സുന്നി ആശയധാരയിലുള്ള മഹത്തുക്കളായ ആളുകൾ മുന്നിൽ നിന്നപ്പോഴാണ് കേരളീയ രാഷ്ട്രീയ രംഗത്ത് മുസ്ലിം രാഷ്ട്രീയത്തിന്റെ പുതിയ ഭാവിയും പുതിയ പ്രഭാതങ്ങളും ഉണ്ടായിത്തീർന്നത്. 1937 മദ്രാസ് നിയമസഭയിലേക്ക് തെരഞ്ഞെടുപ്പ് നടന്നപ്പോ ആ തെരഞ്ഞെടുപ്പിൽ കോഴിക്കോട് ജില്ലയിലെ കുറുമ്പ്രനാട്ട് താലൂക്കിലെ സ്ഥാനാർത്ഥിയായിട്ട് കേരളം കണ്ട ഏറ്റവും വലിയ നിയമജ്ഞനും രാഷ്ട്രീയ മഹാമേരുവുമായിരുന്ന ദൈക്ഷണിക പ്രതിഭയായിരുന്ന ബി പോക്കർ സാഹിബ് ഒരു സ്ഥാനത്ത് ഒരു ഭാഗത്ത് മത്സരിച്ചപ്പോൾ മുസ്ലിം രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധിയായി മത്സരിച്ച സാഹചര്യത്തിൽ എതിർവശത്ത് അതേ താലൂക്കിൽ നിന്ന് മഹാനായ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങളുടെ കൂടെ മഹാനായ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങളുടെ സഹോദരി ഭർത്താവായ ബഹുമാനപ്പെട്ട ഖാൻ ബഹദൂർ ആറ്റക്കോയ തങ്ങൾ മത്സരിച്ചപ്പോൾ ഖാൻ ബഹദൂർ ആറ്റക്കോയ തങ്ങൾ ഏതാണ്ട് 2700ഓളം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ജയിക്കാനുണ്ടായ സാഹചര്യം എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ ചരിത്രത്തിൽ നിന്ന് വായിച്ചെടുക്കേണ്ടതുണ്ട്. ബി പോക്കർ സാഹിബിന് വേണ്ടിയിട്ട് CB സാഹിബിനെ പോലെയുള്ള പ്രമുഖരായ ആളുകൾ പ്രചരണം നടത്തിയപ്പോൾ സാക്ഷാൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ തുല്യതയില്ലാത്ത നേതാവായ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് അദ്ദേഹത്തിന്റെ വേദികളും അദ്ദേഹത്തിന്റെ പത്രമായ അൽ അമീനും കൂടെ ഉപയോഗപ്പെടുത്തിയപ്പോഴും 2000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ഖാൻ ബഹദൂർ ആറ്റക്കോയ തങ്ങൾ വിജയിക്കാനുള്ള കാരണം എന്താണ് എന്ന് ചോദിച്ചാൽ മറുവശത്തു ഒരു സയ്യിദിന്റെ സാന്നിധ്യം ഉണ്ടായതുകൊണ്ടാണ്, ഒരാത്മീയമായ സാന്നിധ്യം ഉണ്ടായതുകൊണ്ടാണ് ഖാൻ ബഹദൂർ ആറ്റക്കോയ തങ്ങൾ ഉയർത്തി കാണിച്ചത് സയ്യിദുൽ ഖൗം ഖായിദുൽ ഖൗം സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങളായതുകൊണ്ടാണ്. മഹാനായ വരക്കൽ ബാലവി മുല്ലക്കോയ തങ്ങളുടെ കരപരിലാളനയിൽ വളർന്നു വന്ന മഹത്തായ സുന്നി ആദർശ വഴിയിലൂടെ അതിന്റെ സരണിയിലൂടെ ജീവിതത്തെ കരുപിടിപ്പിച്ച മഹാനായ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങളുടെ സാന്നിധ്യം കേരളീയ രാഷ്ട്രീയത്തിൽ അനിവാര്യമാണ് എന്ന് തിരിച്ചറിഞ്ഞ പശ്ചാത്തലത്തിലാണ് പിന്നീട് മുസ്ലിം രാഷ്ട്രീയത്തിലേക്ക് സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ കടന്നു വരുന്നതും. ചരിത്രം പരിശോധിച്ചു നോക്കുമ്പോൾ അതേ രാഷ്ട്രീയ സംവിധാനങ്ങളുടെ പുസ്തകങ്ങൾ തന്നെ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ മഹത്തായ ആ രാഷ്ട്രീയ ധാരയിലേക്ക് ചേർന്ന് നിന്നതോടുകൂടെ മലബാറിലുള്ള മുസ്ലിമീങ്ങൾ കൂട്ടമായിട്ട് രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി തീർന്നു. അവിടെയാണ് പിന്നീട് നമ്മൾ രാഷ്ട്രീയമായ നേട്ടങ്ങൾ ഉണ്ടാക്കി തീർത്തത്. ഈ ഉമ്മത്തിന്റെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് പോരാട്ടത്തിന്റെ വഴികൾ തുറന്നു വെച്ചത്, ന്യായമായ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഭരണഘടന അനുസൃതമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടത്. ഞാൻ പറഞ്ഞു വന്നത് ഈ നാടിന്റെ ഇന്നലകളിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ നിലപാടുകളും അതിന്റെ രൂപീകരണ കാലഘട്ടം മുതലെയുള്ള തീരുമാനങ്ങളും കൃത്യമായ ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട്. ആ ആശയം മഹത്തായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മനോഹരമായ ആദർശം ഒരു കളങ്കവുമില്ലാതെ ഇന്ന് നവംബർ 14-ന് 90 വർഷം പൂർത്തിയാകുമ്പോഴും രൂപീകരണ സന്ദർഭത്തിൽ ഏതൊരാദർശത്തിന് വേണ്ടിയാണോ ഏതൊരാവശ്യത്തിന് വേണ്ടിയാണോ ഇത് നിലവിൽ വന്നത് അതേ ആവശ്യത്തിന് വേണ്ടി കേരള
കേരളത്തിൽ തുല്യതയില്ലാതെ 100 വർഷം പൂർത്തിയാകാനിരിക്കുകയാണ്. ആ മഹത്തായ പ്രസ്ഥാനത്തിന്റെ ആശയധാരയോടുകൂടെ ചേർന്ന് നിൽക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കണം. എന്തൊക്കെ വിഘടനവാദങ്ങൾ, എന്തൊക്കെ വിദണ്ഡവാദങ്ങൾ ഈ ആദർശത്തിനെതിരെ വന്നാലും ഏറ്റവും പ്രധാനപ്പെട്ടത് മഹത്തായ നമ്മുടെ ആദർശമാണ്. പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിലേക്ക് ആദർശത്തിൽ നിന്ന് പിന്മാറുന്നതിന്റെ പാരിതോഷികമായി നിന്റെ ഏകദൈവ വിശ്വാസത്തിൽ നിന്ന് നീ പിന്മാറാൻ ഒരുക്കമാണെങ്കിൽ നിനക്ക് സർവ്വതും നൽകാം, ഈ ആശയധാരയിൽ നിന്ന് വിട്ടുനിൽക്കണമെന്ന നിരന്തരമായ ശത്രുക്കളുടെ പ്രലോഭനങ്ങളും ഭീഷണികളും ഉണ്ടായപ്പോൾ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ അതിമനോഹരമായ ഒരു വചനമുണ്ട്. ചരിത്രത്തിൽ തങ്കലിപികളാൽ ഉല്ലേഖനം ചെയ്യപ്പെട്ട ഒരു പ്രഖ്യാപനമുണ്ട്. ലൗ വലഉ ശംസ ഫീ യമീനി വൽ ഖമറ ഫീ യസാരി അലാ അൻ നത്രുക ഹാദൽ അംറ മാ ഫഅൽതു ഹാകദാ ഹത്താ യുൽഹിറഹു അല്ലാഹു ഔ ഉഹ്ലിക ദൂന. ഞാൻ എൻ്റെ ആദർശത്തിൽ നിന്ന് പിന്മാറുന്നതിന്റെ പകരമായി എൻ്റെ വിശ്വാസത്തെ നിങ്ങൾ എൻ്റെ മുന്നിൽ വെച്ചിരിക്കുന്ന സമ്പത്തിന്റെയോ അധികാരത്തിന്റെയോ ഭൗതികപരമായ താല്പര്യങ്ങളുടെ പകരമായി എൻ്റെ വിശ്വാസത്തെ ബലികഴിക്കുന്നതിന് എൻ്റെ പകരം നിങ്ങൾ എൻ്റെ വലത് കൈയിൽ സൂര്യനെയും എൻ്റെ ഇടത് കൈയിൽ ചന്ദ്രനെയും സമർപ്പിക്കാമെന്ന് പറഞ്ഞാലും ഈ ലോകത്തുള്ള എന്തൊക്കെ മോഹന വാഗ്ദാനങ്ങൾ നിങ്ങൾ എനിക്ക് നൽകിയാലും ആദർശത്തിന്റെ വിഷയത്തിൽ നോ കോംപ്രമൈസ്, ഞാൻ എൻ്റെ വിശ്വാസത്തിൽ അടിയുറച്ച് നിലകൊള്ളുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് കേരളത്തിൽ കഴിഞ്ഞ 1 നൂറ്റാണ്ട് കാലത്തോടടുക്കുന്ന കാലമായി വിശുദ്ധമായ ഇസ്ലാമിന്റെ യഥാർത്ഥ ആദർശത്തിന് വേണ്ടി നിലകൊള്ളുന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെയും അതിന്റെ വിദ്യാർത്ഥി പടയാളിയായ SKSSFന്റെയും ആദർശം എന്ന് പറയുന്നത് മഹത്തായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മഹാന്മാരായ ഉസ്താദുമാർ അതിന്റെ മുശാവറയിലെ ബഹുമാനപ്പെട്ട 40ഓളം വരുന്ന മുശാവറ എടുക്കുന്ന തീരുമാനങ്ങൾ, ആ തീരുമാനത്തിന്റെ കൂടെ നിൽക്കാൻ എന്നും ഈ SKSSF പ്രതിജ്ഞാബദ്ധമായിരിക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഹക്കിന്റെ കൂടെ നിൽക്കാൻ ഈ മഹത്തായ പ്രസ്ഥാനത്തിന് ഇന്നലകളിൽ തങ്ങളുടെ ജീവിതവും സമ്പത്തും സർവ്വതും ത്യജിച്ച ആ മഹാമനീഷിമാരുടെ കൂടെ നാളെ സ്വർഗ്ഗത്തിലണയാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ അരിനൽ ഹഖ്ക ഹഖ്കൻ വർസുഖ്ന ഇത്തിബാഅ വഅരിനൽ ബാത്തില ബാത്തിലൻ വർസുഖ്ന ഇജ്തിനാബ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉമ്മത്തിന്റെ വിശ്വാസത്തെ തകർത്തെറിഞ്ഞാൻ ജൂത സാമ്രാജ്യത്വ കൂട്ടുകെട്ടുകാരെന്ന് അച്ചാരം വാങ്ങി ഐക്യത്തിന്റെ മേൽക്കുപ്പായമണിഞ്ഞ്